ബി.ജെ.പി. വളർത്തുന്ന വേട്ടപ്പട്ടിയെ പോലെയാണ് ഈ രാജ്യത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത്. മോദിയും കൂട്ടരും ചൂണ്ടിക്കാട്ടുന്നവരെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുന്നതാണ് ഇഡിയുടെ ശൈലി. നിരുപാധികം മാപ്പിരക്കുന്നവരെ മൂടോടെ പിഴുത് ബി.ജെ.പിയിൽ എത്തിക്കുക എന്ന ദൗത്യവും ബി.ജെ.പിക്ക് വേണ്ടി ഇഡി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ പറഞ്ഞത് മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി എന്നതാണ് വാസ്തവം. ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും എതിർപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും പ്രസ്ഥാനവും നിരന്തര വേട്ടയ്ക്കെതിരായതിന്റെ ഉദാഹരണങ്ങളും നിരവധിയാണ്. ഇഡി കേസെടുത്ത് കോഴയ്ക്കുള്ള അവസരമാക്കുന്നു എന്ന പരാതികളും അടുത്തിടെ ഉണ്ടാകുകയും കേരള വിജിലൻസ് കേസെടുക്കുകയും ചെയ്ത സംഭവവും ഏജൻസിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. ബി.ജെ.പി. ഇതര രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകർ, എഴുത്തുകാർ, പൊതുപ്രവർത്തകർ എന്നിങ്ങനെ ഇഡി വലയിൽ കുടുങ്ങിയവരുടെ എണ്ണം വളരെ അധികമാണ്. ഇഡി വേട്ടയാടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത വ്യക്തികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ തവണ വിവിധ കോടതികളിൽ നിന്ന് ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും കടുത്ത ഭാഷയിലുള്ള പരാമർശങ്ങളും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാണവും മാനമുണ്ടെങ്കിൽ ഇത്തരം തറപ്പണി നിർത്തി പോകേണ്ട പരാമർശങ്ങളാണ് പരമോന്നത കോടതിയിൽ നിന്ന് ഇഡിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരെ ഇഡി നടത്തുന്ന അന്വേഷണവും റെയ്ഡും റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമുണ്ടായത്. തമിഴ്നാട്ടിൽ മദ്യ ഇടപാടിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചാണ് ഇഡി കേസെടുത്തത്. അത് ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഇഡി എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നും ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായും ഹനിക്കുന്ന നടപടികളാണ് നടത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ടാസ്മാക് എന്ന സർക്കാർ സംവിധാനത്തിനെതിരാണ് അന്വേഷണവും റെയ്ഡും നടത്തുന്നത്. വ്യക്തികൾക്കെതിരെ കുറ്റം ചുമത്താം, എന്നാൽ ഒരു കോർപ്പറേഷനെതിരെ ഇത്തരത്തിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു. അഴിമതി പുറത്തു വന്നപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ ഇഡിയുടെ അന്വേഷണം എന്തിനാണെന്നും കോടതി ചോദിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശത്തിൽ നിന്നു തന്നെ ഇഡിയുടെ ദുഷ്ടലാക്കും പക്ഷപാതിത്വവും തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2 ഡസനിലധികം തവണയെങ്കിലും ഇഡിയുടെ നടപടികൾ ഇത്തരത്തിൽ കോടതിയുടെ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇന്നും അവർ അത് നിരുപാധികം തുടരുമ്പോൾ കോടതികൾക്ക് എന്ത് വിലയാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി നൽകുന്നതെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെയും CBIയുടെയും സുതാര്യതയിൽ സംശയം പ്രകടിപ്പിച്ചതായിരുന്നു BRS നേതാവ് കെ കവിതയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. സെപ്റ്റംബറിൽ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും ഇഡി നടപടി കോടതിയുടെ വിമർശനത്തിന് വിധേയമായിരുന്നു. തെളിയിക്കപ്പെട്ട കുറ്റങ്ങളില്ലാതെ വ്യക്തികളെ എത്ര കാലം തടവിലാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നിരവധി പരാമർശങ്ങളും വിമർശനങ്ങളും വിധികളും സുപ്രീം കോടതി ഉൾപ്പെടെ വിവിധ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇഡി ഉൾപ്പെടെ ഏജൻസികൾ ബി.ജെ.പി. സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ച് വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്.